ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എന്നത്തെയും പോലെ ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് പുതിയ പ്രോഗ്രാമുമായിട്ട്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് സോങ് ഒന്നുമല്ല, എല്ലാവരും കാത്തിരിക്കുന്നത് പോലെയുള്ള ഒരു കോമഡി എൻ്റർടൈനർ ആണ്. നമുക്ക് ചിരപരിചിതമായ ഒന്നാണല്ലോ ഹാസ്യ ബാലയിലെ രാജാവും മന്ത്രിയും ഒക്കെ. അതുപോലെ ഞാനും ഒരു രാജാവും മന്ത്രിയും പിന്നെ കുറേ സിനിമാ താരങ്ങളെയൊക്കെ അനുകരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടണം. എന്നാൽ ഞാൻ പ്രോഗ്രാം ആരംഭിക്കുകയായി. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം എന്നോടൊപ്പം ഉണ്ടാവണം. ഇവിടെ ആരെയും കാണാനില്ലല്ലോ. മന്ത്രി എവിടെ? മന്ത്രിയെ വിളിക്കാം. എടോ മന്ത്രി, ഒന്ന് ഇവിടെ വേണോ? എന്താ രാജൻ, എന്നെ വിളിച്ചോ? എന്താ വിശേഷം? ആട്ടെ രാജൻ, നമ്മുടെ കൊട്ടാരത്തിലെ വിശേഷങ്ങളൊക്കെ എന്തുണ്ട്? ഖജനാവിന്റെ വിശേഷങ്ങളൊക്കെ എന്തായി? ഖജനാവ് പണ്ടത്തെ പോലെ കാലിയാണ് രാജൻ. എടോ, കാലിയാണെങ്കിൽ ആ കാലിയൊക്കെ അഴിച്ചു മാറ്റണോ? ആ കാലിയൊക്കെ എന്തിനാ അവിടെ കിടന്ന് ചാണകം ഇടുന്നത്? അഴിച്ചു മാറ്റണോ? കാലിയൊക്കെ അഴിച്ചു മാറ്റാൻ രാജൻ, രാജന്റെ മകളുടെ കല്യാണം നമുക്ക് അടിച്ച് പൊളിക്കണം. ഓ, എന്റെ മകളുടെ കല്യാണം നീ അടിച്ച് പൊളിക്കോടാ? എന്തിങ്ങനെ കൊന്നളയും? അല്ല രാജൻ, രാജന്റെ മകളുടെ കല്യാണം നമുക്ക് തകർക്കണമെന്ന്. എന്റെ മകളുടെ കല്യാണം നീ തകർക്കൂടാ? എങ്കിൽ നിന്നെ ഞാൻ കാണിച്ചു തരും. അയ്യോ അതല്ല രാജൻ, ഞാൻ സത്യമായ കാര്യം പറയട്ടെ. നീ സത്യമായ കാര്യം പറയണ്ട. നീ സത്യഭാമയുടെ കാര്യമാണെങ്കിൽ പറഞ്ഞാ കേക്കാം. ഓ, ഈ മണ്ടൻ രാജാവിനെ കൊണ്ട് തോറ്റു. ആട്ടെ രാജൻ, രാജന്റെ മകളുടെ കല്യാണമൊക്കെ എന്തായി? ആരെയൊക്കെ വിളിച്ചു? അതൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്. മലയാള സിനിമാ താരങ്ങളെ മുഴുവൻ ഞാൻ വിളിച്ചിട്ടുണ്ട്. അവരെല്ലാവരും എന്റെ മകളുടെ കല്യാണത്തിന് വരും. മന്ത്രിയും അവിടെ കാണണം. അടിച്ച് പൊളിക്ക് ഞാൻ എന്റെ മകളുടെ കല്യാണം. ഇനി കല്യാണത്തിന്റെ കാണാം. സിനിമാ താരങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ എന്റെ മകളുടെ കല്യാണത്തിന്. ജനാർദ്ദനൻ ചേട്ടനല്ലേ വരുന്നത്? ഓ എടേ രാജാവേ, ഞാനെത്തി. മകളുടെ കല്യാണം ഞാൻ തകർത്തിട്ടേ പോവൂ. നല്ല കല്യാണമായിരിക്കും. ഓ ഓ ജനാർദ്ദനൻ സാർ വന്നിട്ട് പോയി. പ്രേം നസീർ സാറല്ലേ വരുന്നത്? പ്രേം നസീർ സാറിനോടൊന്ന് സംസാരിക്കാം. രാജാവേ, മകളുടെ കല്യാണം മനോഹരമായി നമുക്ക് നടത്തണം. ഈ കൊട്ടാരത്തിൽ വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. കൊള്ളാം, എല്ലാം കൊള്ളാം. എന്നാൽ ഞാൻ പോട്ടെ. അയ്യോ, മധു നടനല്ലേ വരുന്നത്? മലയാളത്തിലെ പ്രമുഖ നടനല്ലേ അദ്ദേഹം? എന്തായാലും വരട്ടെ, ഒന്ന് കാണാം. എന്റെ പൊന്നു രാജാവ്, ഞാൻ അല്പം താമസിച്ചു പോയി, എന്നോട് ക്ഷമിക്കണം. എനിക്കൊരുപാട് തിരക്കുണ്ടായിരുന്നു. രാജാവിന്റെ മകളുടെ കല്യാണം എന്തായാലും നമുക്ക് മനോഹരമായിട്ട് നടത്തണം. കൊള്ളാം, എല്ലാം കൊള്ളാം, കൊട്ടാരവും കൊള്ളാം. നല്ല കല്യാണമായിരിക്കണം, നമുക്ക് തകർക്കണം. എന്നാ ഞാൻ പോട്ടെ. അയ്യോ, മലയാളത്തിലെ അനശ്വര നടൻ സത്യ സാറല്ലേ വരുന്നത്? വരട്ടെ, ഒന്ന് സംസാരിക്കാം. രാജാവിന്റെ മകളുടെ കല്യാണം ഞാൻ അറിഞ്ഞായിരുന്നു. ഞാൻ നേരത്തെ തന്നെ അറിഞ്ഞായിരുന്നു. ഞാനിവിടെ എത്തിയപ്പോൾ വളരെ വൈകിപ്പോയി. കാരണം ഞാൻ കടലിൽ മീൻ പിടിക്കാമായിരുന്നു. ഞങ്ങൾക്കിട്ട് വലിയ മീനിനെ കിട്ടി. നെത്തോലി. അയ്യോ, ഇത്രയും നടന്മാരൊക്കെ ഇവിടെ വന്നിട്ട് പോയല്ലോ. കൊച്ചി ഖലീഫ സാർ വരുന്നു. കൊച്ചി ഖലീഫ സാറിനോടൊന്ന് ചോദിക്കാം. രാജാവ്, കല്യാണത്തിനകത്ത് നേരത്തെ അറിഞ്ഞു. കൊള്ളാം, നല്ല കല്യാണം, നല്ല മകൾ. ഈ കൊട്ടാരം വളരെ നന്നായിരിക്കുന്നു. എന്നെ ഇനിയും നിങ്ങൾ ക്ഷണിക്കണം. ഈ കൊട്ടാരത്തിൽ ഞാൻ ഇനിയും വരും. എന്താ ഞാൻ പോട്ടെ. അയ്യോ, തമിഴിലെ സൂപ്പർ സ്റ്റാർ രജനീകാന്താണല്ലോ വരുന്നത്. എന്തായാലും വരട്ടെ, അദ്ദേഹം വന്നതൊരു പ്രത്യേകത തന്നെ. சும்மா லுங்கிய கெட்டுக்கிட்டு மீசையை முறுக்கிக்கிட்டு டே நம்பியார் அப்படி சொன்ன உடனே குஞ்சு சொல்லுங்க சமயம் வந்து நிற்பானே, அந்த மாதிரி கபாலி நினைச்சியாடா? கபாலிடா. ഇത്രയും പറയാൻ ഇവിടെ എന്തുണ്ടായി രജനീകാന്ത്? சும்மா நான் இப்படிയൊക്കെ சொல்லிக்கிட்டே இருப்பேன். അയ്യോ, ജോസ് പ്രകാശ് സാറിലല്ല വരുന്നത്. എന്തായിരുന്നാലും ഒന്ന് സംസാരിച്ചേക്കണ.
ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും ഈ കല്യാണത്തിന് ക്ഷണിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ കല്യാണം വളരെ മനോഹരമായിട്ട് നടത്താൻ ഞാനും കൂടുന്നുണ്ട്. കൊള്ളാം, എല്ലാം കൊള്ളാം. അയ്യോ, മലയാളത്തിലെ എക്കാലത്തെ ആക്ഷൻ ഹീറോ ജയനാ വരുന്നത്. ഓ, ഇന്ന് തകർത്തിട്ടേ പോകൂ. ജയൻ സാറിനോട് എന്തായിരുന്നാലും ഒന്ന് സംസാരിക്കാം. ഹലോ മിസ്റ്റർ രാജൻ, ഈ കല്യാണത്തിൽ എനിക്ക് നേരത്തെ തന്നെ ക്ഷണം കിട്ടിയിരുന്നു. എന്തായാലും ഈ കല്യാണം ഞാനൊന്ന് അടിച്ചു പൊളിച്ചിട്ടേ പോകൂ. എന്താണ് ഭക്ഷണം? എന്തായാലും എല്ലാം കൊള്ളാം. എന്നാൽ ഞാൻ വരട്ടെ. അയ്യോ, കേരള രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും വരുന്നുണ്ടല്ലോ. ആദ്യം ഉമ്മൻചാണ്ടി സാറിനെയാണല്ലോ കാണുന്നത്. എന്തായാലും അദ്ദേഹവും വരട്ടെ. പോളിറ്റ് എന്നെ പുറത്താക്കിയെങ്കിലും രാജാവിന്റെ മകളുടെ കല്യാണത്തിന് ഞാൻ പങ്കെടുത്തിട്ടേ പോകൂ. ആര് തടഞ്ഞാലും ശരി തന്നെ ഈ കല്യാണത്തിന് ഞാൻ നല്ലവണ്ണം തന്നെ പങ്കെടുക്കും. ഏക ആന്റണി സാറാണല്ലോ ആ വരുന്നത്. എന്തായാലും ഏക ആന്റണി സാർ വരട്ടെ. അപ്പൊ രണ്ടിലൊന്നും അറിയാം. 10 പൈസയില്ല. സത്യം പറഞ്ഞാൽ ഈ കല്യാണത്തിന് വന്നു ചേരാൻ എനിക്ക് പറ്റില്ലായിരുന്നു. എങ്കിലും രാജന്റെ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കാതിരിക്കുന്നത് എങ്ങനെ? ഈ കല്യാണം വളരെ മനോഹരമായിട്ടുള്ളൊരു കല്യാണമായിരിക്കണം. എന്നും ഞാൻ പോട്ടെ, വരട്ടെ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ പ്രോഗ്രാം ഇന്നിവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റുകൾ അയക്കണം. എന്നാൽ നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. ഇനി അടുത്ത പ്രോഗ്രാമായി കാണുന്നവരെ ബൈ.